സഫാൻ വി പി വീണ്ടും ചേരുന്നുണ്ട്. സഫാൻ, ഈ പറഞ്ഞതുപോലെ ഈ അനിലിനെ എല്ലാവർക്കും വലിയ പരിചയമുള്ള ആളായിരുന്നു. എല്ലാവർക്കും പരിചിതനായിട്ടുള്ള പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ BJP കൗൺസിലർ എന്നതിനപ്പുറത്തേക്ക് വലിയ ഇടപെടലൊക്കെ തിരുവനന്തപുരം നഗരസഭയെ ഉണ്ടായിരുന്ന ആൾ കൂടിയാണ്. ഈ വിവരം മറ്റാർക്കും അറിയില്ലായിരുന്നോ? ഇദ്ദേഹം ഈ രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നത്തിലാണ്, മാനസികമായി തകർന്നിരിക്കുകയാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ ആളുകൾക്ക് അറിയില്ലായിരുന്നു. ആ രീതിയിലാണല്ലോ പ്രതികരണങ്ങളൊക്കെ വരുന്നത്. ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് എന്ത് സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു ഉണ്ടായിരുന്നത്? ബാങ്കുമായി ബന്ധപ്പെട്ട് ഈ കൗൺസിലർ നേതൃത്വം നൽകുന്ന ബാങ്കുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ മാത്രമാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ ബാങ്കിന് നേതൃത്വം നൽകിയത് ഈ അനിൽകുമാർ ആയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മാനസിക പ്രയാസത്തിലായിരുന്നു എന്നാണ് പ്രാഥമികമായി അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിക്കുമ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ നേരത്തെ ബൈക്കിലൂടെ സംസാരിച്ചത്. അവർക്കും ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയില്ല. 10:45 കൂടിയാണ് ഈ കൗൺസിലർ ഓഫീസിൽ അദ്ദേഹത്തെ ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ട് കാണുന്നത്. ധന്യ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തെ, ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു അനിൽകുമാർ. ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ ഇങ്ങോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ മൃതദേഹം കാണാനുമായി ബന്ധപ്പെട്ട് മേയർ ആര്യ രാജേന്ദ്രൻ ഇവിടെ എത്തിയിട്ടുണ്ട്. BJPയുടെ ജില്ലാ പ്രസിഡന്റ് കരമന ജയനും നേരത്തെ ഇവിടെ വന്ന് ഇവിടെ എത്തിയിരുന്നു. മറ്റു കൗൺസിലർമാരും BJP നേതാക്കന്മാരൊക്കെ ഈ മൃതദേഹം കണ്ടെത്തിയ ഈ കൗൺസിലിലേക്ക് എത്തുന്നുണ്ട്. പോലീസ് ഏതായാലും മാധ്യമപ്രവർത്തകരെ അടക്കം ഇപ്പോൾ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. പ്രാഥമിക നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ BJPയുടെ കൗൺസിൽ ഓഫീസിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. കൗൺസിലർ അനിലാണ് മരിച്ചത്. തിരുമല കൗൺസിലറാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, അതിലുണ്ടായ മാനസിക പ്രയാസത്തിലാണ് ആത്മഹത്യ എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അത്തരത്തിലൊരു കാര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് മറ്റുള്ള ആളുകൾ നൽകുന്നത്. ബാങ്കുമായി ബന്ധപ്പെട്ട അത്തരത്തിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നുള്ള പ്രതികരണമൊക്കെ അവിടുന്ന് വരുന്നുണ്ട്. തിരുമല അനിലാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. കോർപ്പറേഷനിലെ തിരുവനന്തപുരത്തിനെ സംബന്ധിച്ച് തന്നെ വലിയ ആൾക്കാരുമായി വലിയ അടുപ്പം പുലർത്തുന്ന BJP എന്ന പാർട്ടി പ്രതിനിധീകരിച്ചല്ലാതെ അതിനപ്പുറത്തേക്ക് പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ പോലും ആളുകളുമായി വലിയ ബന്ധം സ്ഥാപിച്ചിരുന്ന ഒരു നേതാവ് കൂടിയാണ്. എന്താണ് സംഭവിച്ചത് എന്നതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെ കോർപ്പറേഷൻ ജനപ്രതിനിധികൾ എല്ലാവരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് ഔദ്യോഗികമായി വെളിപ്പെടുത്തേണ്ടതുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. അദ്ദേഹം നേതൃത്വം നൽകിയിരുന്ന സഹകരണ ബാങ്കിലെ സാമ്പത്തിക പ്രശ്നങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ള പ്രാഥമിക വിവരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. BJPയുടെ കൗൺസിലറാണ് മരിച്ചിരിക്കുന്നത്. തിരുമല കൗൺസിലറായ തിരുമല അനിലാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്.